ഇത് ഹോമിയോ ഡോക്ടർ, ഇത് ശിശുരോഗ വിദഗ്ധൻ. ഓണൻ സാർ ആശുപത്രി. അതും ഈച്ചാട്ടം മുതലാളിയുടെ ഒരേ ഒരു മോൻ. ഒരു മാറ്റവും ഇല്ലല്ലോ. അയാൾക്ക് സൈക്കിളുള്ള വ്യക്തി, അതും ഡിസ്കോ സൈക്കിൾ. കാസറ്റിന്റെ വള്ളിയൊക്കെ ഇട്ട് ചവിട്ടി ചവിട്ടി ലൈനുണ്ട്. ഒറ്റണത്തിന് വീട്ടിൽ കേട്ടില്ല. ഇവര് മുതലാളിമാരാണല്ലോ. വേറൊരു മുതലാളിയുടെ മോൻ ഒരുങ്ങിയിട്ട് മീശ വെച്ചേക്കണല്ലേ ടിയാസിന് നോക്കിയിട്ട്. ഉച്ച കഴിഞ്ഞ് ഊണ് കഴിഞ്ഞപ്പോഴത്തേക്കും മീശ പറഞ്ഞു ഒട്ടിക്കാൻ ആളില്ലാത്തോണ്ട്. മതിയടാ ഞങ്ങളുടെ ജോയിന്റ് ലോയിൻ അടിച്ചത് മതി. എന്റെ വായിക്കാത്ത കയറി വിടുവിച്ചാലേ ശരിയാവും. നമുക്കൊക്കെ കുറവുകളുണ്ടെങ്കിലും എല്ലാം തികഞ്ഞ ബിനോടിമാരി എല്ലാം തികഞ്ഞ ഡോക്ടർ അല്ലാത്ത, എഞ്ചിനീയർ അല്ലാത്ത, എല്ലാം തികഞ്ഞ ഒരാൾ ഇവിടെ ഉള്ളു. അതാണ് ഈ സ്റ്റാർ. എനിക്കിഷ്ടപ്പെട്ടു, എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു. നിനക്ക് ഇങ്ങനെ തന്നെ വേണം. നമുക്കെല്ലാം എങ്ങനെ നോക്കിയാലും ചില കുറവുകളുണ്ടാവും. പക്ഷെ എല്ലാം തികഞ്ഞത് യൂട്യൂബ് ചാനല്. ഞാൻ പോയിട്ട് പിന്നീട് എന്തെങ്കിലും പുള്ളി ഇവിടെ ഈ ഫ്ലവേഴ്സില് ഗോകുലം ഗോപാലൻ സാറ് വന്നപ്പോ പറയാ നമ്മളൊക്കെ സ്വന്തമായിട്ട് ചാനലുള്ള ആൾക്കാരാണ്. നീ എത്ര അഡ്ജസ്റ്റ് ചെയ്താലും ശരിയാവില്ല. നിന്റെ മുഖത്ത് ഇപ്പോഴും ഉണ്ട് ഒരു ചമ്മല്. എല്ലാം കഴിഞ്ഞെന്ന് പറയല്ലേ, ഇവിടെ വയറിന് ഒരു അല്പ കുറവുണ്ട്. എന്താ വയറിന് കുറവുണ്ട്. അതെന്തായാലും വയറ് വന്നോളൂ. പാച്ചേട്ടാ അവമാനിക്കരുത്, ഞാൻ നല്ലൊരു കുടുംബത്തിൽ പറഞ്ഞവനാണ്. നീ നല്ല കുടുംബത്തിൽ പറഞ്ഞു, ഞാൻ പിന്നെ മറ്റേ കുടുംബത്തിൽ പറഞ്ഞാണല്ലോ. പിന്നെ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് ഫ്രഷ് ഐറ്റവും ചെയ്തു. എറണാകുളത്ത് നിന്ന് അടിമാലിയിലോട്ടുള്ള യാത്ര. ഇനി രണ്ട് പാചകരംഗവും ഒരാളുടെ വീട്ടിലും പോയാ പുള്ളിയുടെ എല്ലാം തികഞ്ഞ യൂട്യൂബ്. ഓണത്തിന് സദ്യ ഒരുക്കുന്നതും ഉണ്ടാവും, ക്രിസ്മസിന് കേക്കും ഉണ്ടാവും. ഞാൻ ആ യൂട്യൂബ് എനിക്കറിയാൻ പാടാത്തോണ്ട് ചോദിക്കാം. ഈ ചക്രവർത്തിയിലൊക്കെ ഇതിന് ചിരിക്കാൻ മാത്രം. അല്ലല്ല, ആരും ചിരിച്ചില്ല മാവാ, ചമ്മിപ്പോയി. അതുപോലെ ചെയ്യും. ഇവിടെ പുറത്തൊരു കടയിലിട്ട് വിൽക്കുന്നു ബിനോടിമാലി ഈ വീടിന്റെ ഐശ്വര്യം. എന്റെ കാര്യം ആലോചിച്ചിട്ട് ചിരിയും വരുന്നുണ്ട്, കരച്ചിലും വരുന്നുണ്ട്. അസൂയപ്പെട്ടിട്ട് കാര്യമില്ല. ഇത് അസൂയല്ല, നമ്മളെ എടുക്കൂല, അത് സമ്മതിക്കൂല. ആൾക്കാർ അത് മാത്രം വിൽക്കുന്നുണ്ട്. തലറിയുന്നു പ്രഷർ എന്ന് പറയാം. വയറുവേദന എന്ന് പറഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് സ്കാൻ ചെയ്ത് നോക്കിയപ്പോ ലിപ്സ്റ്റിക്കിന്റെ ഉണ്ട കിട്ടി വയറ്റിൽ. മേക്കപ്പ് ചെയ്ത് തേച്ചിട്ട് എനിക്ക് മതിയായി. ചെറിയ വട കൊടുത്ത് വലിയ വട വാങ്ങിച്ചു. ഓപ്പറേറ്റ് ചെയ്തിട്ടാണ് ലിപ്സ്റ്റിക്കിന്റെ ഉണ്ടെടുത്ത് കളഞ്ഞത്. സ്വന്തമായിട്ട് യൂട്യൂബ് ചാനലുള്ളവർ അങ്ങനെ ലിപ്സ്റ്റിക് ഇടാറുണ്ട്. അത്ര അടിമാലിക്ക് കുറച്ച് എല്ലാരും കൈവച്ചല്ലോ, ഇനി ആർക്കും പരാതിയില്ലല്ലോ. എന്നാ കാണാം.